Hey guys, welcome back to our channel. So welcome back to another movie review ആണ് സുഹൃത്തുക്കളെ. LIK ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന മൂവിയെ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലവ് ഇൻഷുറൻസ് കമ്പനി അല്ല, കെ ആണ് വരുന്നത്. സോ അതുകൊണ്ടാണ് കോമ്പനി. സോ ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്ന പടങ്ങൾ നമ്മൾ കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പ്രദീപ് രംഗനാഥൻ ആൻഡ് കൃതി ഷെട്ടി നായകനാവുന്ന പുതിയ പടമാണ് സുഹൃത്തുക്കളെ. വിഘ്നേഷ് ശിവനാണ് പടം റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും. യോഗി ബാബു ഉണ്ട്, ഗൗരി കൃഷ്ണൻ ഉണ്ട്, പിന്നെ മിസ്കിൻ ചെറിയ റോൾ ചെയ്യുന്നുണ്ട്. അനിരുദ്ധ് ഇതിനകത്തൊരു റോബോട്ടിന് ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന രീതിക്ക് വരുന്നുണ്ട്. സോ ബ്രോ 9000 എന്നാണ് ആ റോബോട്ടിന്റെ പേര് വരുന്നത്. പിന്നെ അതുപോലെ എസ് ജെ സൂര്യ, ഇങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സ് അടങ്ങുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ LIK. സോ പടം ആക്ച്വലി ഒരു ഫ്യൂച്ചർ ആണ് കാണിക്കുന്നത്, അതായത് 2040 ആണ് കാണിക്കുന്നത്. സോ ഇത് ആക്ച്വലി ഒരു കോമഡി, റൊമാൻറ്റിക്, ഡ്രാമ, ഫീൽ ഗുഡ് റൊമാൻസ്, ഏതൊക്കെ ജോണറാണ് നിങ്ങൾക്ക് ചേർക്കാവോ ആ ജോണർ എല്ലാം കൂടെ ചേർന്ന് ഉള്ളൊരു പടമാണ്. ഞാൻ പറഞ്ഞ പോലെ 2040 ആണ് പടത്തിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു പുതുമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് 2040. അതായത് കുറച്ചധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ചധികം AI, റോബോട്ട്സ്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ, കുറച്ചധികം സാധനങ്ങൾ ഹ്യൂമൻസിൻ്റെ ഇടയ്ക്കോട്ട് കുറച്ചധികം എക്സ്പാൻഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചധികം ആയിട്ടുണ്ട്. സോ ആ ഒരു കാലഘട്ടം കാണിക്കുന്നതാണ് ഇതിനകത്തൊരു പുതുമ എന്ന് പറയുന്നത്. അല്ലാതെ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പുതുമകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ടെംപ്ലേറ്റ് സ്റ്റോറി തന്നെയാണ്. ഫസ്റ്റ് ടൈം ലവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ഹീറോ. ദെൻ അത് നമ്മുടെ ഹീറോയുടെ ലൈഫിലേക്ക് എൻട്രി ആവുന്നുണ്ട്. ഫസ്റ്റ് ആ ഒരു ഇംപ്രഷനിൽ തന്നെ, അല്ലെ ഫസ്റ്റ് ആ കാണുന്ന ഇതിൽ തന്നെ നായികൻ വീഴുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ലവ് ട്രാക്ക് വർക്കാകുന്നു. ദെൻ അത് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മെയിൻ പ്ലോട്ടായിട്ടുള്ള ആ ഒരു പ്ലോട്ട് കാരണം ഇവരുടെ ലവ് വർക്കാകാതിരിക്കുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയൊക്കെ ഒന്ന് സോൾവ് ആകുന്നുണ്ടോ എന്നുള്ള ലോട്ട്സ് ഓഫ് കാര്യങ്ങളൊക്കെയാണ് പടത്തിനകത്ത് പറഞ്ഞു പോകുന്നത്. സോ ഇതിനകത്തൊരു മെയിൻ പ്ലോട്ടെന്ന് ഞാൻ പറഞ്ഞ സാധനം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു ആപ്പ്, അതായത് ടെക്നോളജിപരമായിട്ടുള്ള ഒരു ആപ്പാണ് ഇതിനകത്ത് തീരുമാനിക്കുന്നത് നിങ്ങൾ ആരെ ലവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ലവ് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഏതാണ് അവസ്ഥ എന്നുള്ളതൊക്കെ കാണിക്കുന്നത്. സോ ആ ഒരു ആപ്പ് പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിയുടെ CEO ആണ് എസ് ജെ സൂര്യ. ഈ ഫോണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഓവർ യൂസ് ആവുന്നതും, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ അത് എങ്ങനെയൊക്കെ ചേഞ്ച് ആക്കുന്നു, ദെൻ നിങ്ങൾ കുറച്ച് നാൾ ഇതൊക്കെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു സൈഫൈ ഫിലിമാണ് സുഹൃത്തുക്കളെ. ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സൈഫൈ ഫിലിമാണ്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സെയിം ടെംപ്ലേറ്റും പഴയ സാധനങ്ങളൊക്കെ തന്നെ കണ്ടുമടുത്ത ആ ഒരു ടെംപ്ലേറ്റ് ഒക്കെ തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ച് വലിയ വാവ് ഫാക്റ്റായിട്ട് ഒന്നും തന്നെ ഈ മൂവിയിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല, എനിക്കൊന്നും തോന്നിയതുമില്ല. മേ ബി ചിലർക്ക് വർക്കാവുമായിരിക്കാം, ചിലർക്ക് വർക്കാകാതിരിക്കാം. എനിക്ക് ഒരു വൺ ടൈം സാധനമൊന്നും പറയാനും പറ്റില്ല, എന്നാലൊട്ട് ഭയങ്കര ബോറുമായൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു മിഡ് റേഞ്ച്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പിന്നെ ഭയങ്കര കളർ ഗ്രേഡിങ് ആണ് ഇതിനകത്ത്. ഭയങ്കരമായിട്ടുള്ള കളർ അടിച്ചു കയറ്റിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഒരു നല്ല തിയേറ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബ്ലച്ചെന്ന് നിൽക്കുന്ന ഒരു രീതിക്ക് നിങ്ങൾക്ക് പടം കാണാവുന്നതാണ്. പിന്നെ അതുപോലെ നല്ല രീതിക്കുള്ള VFXും കാര്യങ്ങളൊക്കെ ഒരു അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ല, അനിരുദ്ധ് ഇതിനകത്ത് ഒരു ചെറിയൊരു റോബോട്ടിന് ഒരു വോയിസ് ഓവർ കൊടുത്ത് പോയിട്ടുണ്ട്. അതായത് നമ്മുടെ സുരാജേട്ടൻ്റെ ഒരു പടം ഉണ്ടല്ലോ, കുഞ്ഞപ്പൻ എന്നൊക്കെ റോബോട്ടിന് വരുന്നു, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അപ്പോൾ അതിനകത്ത് ആ റോബോട്ടിന് വോയിസ് ഓവർ കൊടുത്തതുപോലെ ഇതിനകത്തുള്ള റോബോട്ടിന് ഒരു വോയിസ് ഓവർ കൊടുത്തുകൊണ്ട് അനിരുദ്ധ് വരുന്നുണ്ട്. രസമാണ്, കുറച്ചധികം മാസ് ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫൈറ്റൊക്കെ ഒരുമാതിരി ഒന്നും പറയാതിരിക്കാൻ നല്ലത്, ശോക ഫൈറ്റൊക്കെ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് പ്രദീപ് രംഗനാഥൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലവ് ടുഡേ ഇഷ്ടമായിരുന്നു, പിന്നെ ഡ്രാഗൺ ഇഷ്ടപ്പെട്ടു. എനിക്കൊരു മിക്സ്ഡ് അഭിപ്രായമായിരുന്നു. എനിക്ക് ഡ്യൂഡ് അത്രയ്ക്ക് ഇങ്ങോട്ട് കംപ്ലീറ്റ്ലി വർക്കായിട്ടില്ല. ദെൻ ഈ പടത്തിലേക്ക് വരുമ്പോഴും പുള്ളിയുടെ ഗ്രാഫ് ഇറങ്ങി വരുന്നത് പോലൊരു തോന്നൽ. വിഘ്നേഷ് ശിവനാണെങ്കിലും ഈ നാനും റൗഡിത എന്നുള്ള മൂവി കണ്ടതിനൊരു കയ്യും കണക്കുമില്ല. സോ അതുപോലൊരു മൂവിയൊക്കെ ചെയ്ത ഒരാൾ ഇങ്ങനെയുള്ള മൂവിയിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് പുള്ളിക്ക് കുറച്ചും കൂടെയൊക്കെ ഇമ്പ്രൂവ് ആക്കാവുന്നതേ ഉള്ളൂ. ബട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിവേ, എന്തായാലും ഒരു വൺ ടൈം സാധനം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. അങ്ങനത്തെ ഒരു വൺ ടൈം സാധനമാണ് LIK എന്ന് പറഞ്ഞ പടം. കൃതി ഷെട്ടി ഈ പറഞ്ഞതുപോലെ ഭയങ്കര പ്ലച്ചെന്ന് നിൽക്കുന്ന ഒരു നായിക, അതായത് അങ്ങനെ ഒരു നായിക. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളും അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ ഗൗരി കൃഷ്ണനുണ്ട്. പുള്ളിക്കാരത്തെ ആക്ച്വലി ഇതിനകത്ത് ഇച്ചിരി മോഡേൺ, 2040 ആണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള, എന്നാലൊട്ട്
ഒരു നോർമൽ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. മോഡേൺ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ലവ് പ്രശ്നങ്ങൾ, അതും ഈ ഒരു ആപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ ആ സമയത്തുള്ള ടെക്നോളജി മുഖേന ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ. അതായത് ടെക്നോളജി അല്ല തീരുമാനിക്കുന്നത് ലവ് ആര് ചെയ്യണം അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾ ലവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ പറഞ്ഞു പോകുന്നൊരു പടമാണ്. പിന്നെ ഇതിപ്പം ഇവിടുന്ന് ഒരു 10 കൊല്ലം അല്ലെങ്കിൽ ഒരു 12 കൊല്ലം കൂടെ ഒക്കെ ഉള്ളൂ, 2040 ആണ്. അപ്പോൾ അപ്പോഴത്തേക്ക് ഇതുപോലുള്ള ഈ റോബോട്ടും കാര്യങ്ങളും ഒക്കെ മനുഷ്യരുടെ ഇടയ്ക്ക് ഇത്രയും ഇതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച്. ബട്ട് എന്തായാലും കുറച്ചും കൂടെ ഒക്കെ ദൂരോട്ടുള്ള 3000 ഒക്കെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ചിന്തിക്കാമായിരുന്നു. അല്ലെങ്കിൽ ഓക്കെ അപ്പോഴത്തേക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ റോബോട്ടും അല്ലെങ്കിൽ ഇതുപോലുള്ള ടെക്നോളജി ഒക്കെ നമ്മുടെ കയ്യിൽ വരുമായിരിക്കുമെന്ന് 2040 ഒക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നില്ല. എനിവേ ചിലപ്പോൾ മേ ബി വരായിരിക്കാം. ബട്ട് ഇതിനകത്ത് കാണിച്ച ആ ഒരു ടെക്നോളജിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്, അതായത് എന്താ പറയുക, ഐ മീൻ ആ ആപ്പിൻ്റെ ഒരു രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് മേ ബി ഇനി ഫ്യൂച്ചർ ചിലപ്പോഴേ നമ്മുടെ ഈ ഫോണിൻ്റെ ഒക്കെ ചിലപ്പം കാര്യങ്ങൾ, അതായത് ഫിസിക്കൽ ഫോൺ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് മാറിയിട്ട് ചിലപ്പോൾ ഇതിനകത്ത് പറയുന്നത് പോലെ ചിലപ്പോൾ ഇനി മറ്റേ ഒരു റിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ണാടിയിലോ ഒക്കെ ചിലപ്പോൾ ഇനി നമ്മുടെ ഫോൺ കോളുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പം തന്നെ മറ്റേ വിഷൻ്റെ ഇതുണ്ടല്ലോ, ഐ മീൻ ആപ്പിളിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ മറ്റേ സാധനം, എന്തോ അതിന് പറയുന്നത് വിഷൻ പ്രോ എന്തോ അതിന് പറയുന്നത് വാട്ടവർ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ആ സാധനമൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കിപ്പം ഓരോന്ന് കൺട്രോൾ ചെയ്യാമല്ലോ. അപ്പം അതിൻ്റെ ആ ഒരു സൈസ് കുറഞ്ഞ് ഇതിനകത്ത് കാണിക്കുന്ന പോലെ ഒരു റിങ്ങിൻ്റെ സൈസിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ രൂപരേഖ തന്നെ ചിലപ്പം ഒരു ഗ്ലാസ് പീസ് പോലെയൊക്കെ ചിലപ്പോൾ ഈ ഫ്യൂച്ചറിലായേക്കാം. ഇതുപോലെ ആപ്പ് വരുമെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഫുൾ ടെക്നോളജി ചിലപ്പം ഇതുപോലെ ഇങ്ങനെ ചെറിയ ഇപ്പം തന്നെ ഉണ്ടല്ലോ റിങ്, നമ്മുടെ ഈ വാച്ച് മോണിറ്റർ ചെയ്യുന്ന പോലെ നമ്മുടെ ഹാർട്ട് ബീറ്റും നമ്മുടെ എത്ര നേരം നമ്മൾ സ്ലീപ്പ് ചെയ്യുന്നു, നമ്മൾ എത്ര ദൂരം നടക്കുന്നു എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യത്തക്ക രീതിക്കുള്ള റിങ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ചിലപ്പോൾ കുറച്ചുകൂടി ഡിജിറ്റലി ഇങ്ങനെ ഇതായിട്ടുള്ള രീതിക്കുള്ള ചിലപ്പോൾ ടെക്നോളജികളൊക്കെ വരായിരിക്കും. എനിവേ നമ്മൾ പറഞ്ഞു വന്നതൊന്നുമല്ല, ഈ മൂവിയെക്കുറിച്ചാണ്. സോ ഒരു വൺ ടൈം സാധനം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ക്ലീഷ സാധനങ്ങൾ തന്നെയാണ്, ഓൾഡ് സ്റ്റോറീസും കാര്യങ്ങളും ഒരു ന്യൂ ഫ്യൂച്ചറിലേക്ക് വരുമ്പം എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അത് അവർ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ എങ്ങനെ അത് കാണിച്ചിരിക്കുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾ റെഡി ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പടം പോയി കാണാവുന്നതാണ്. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ ഇല്ല സുഹൃത്തുക്കളെ. സോ എന്തായാലും എല്ലാവരും പോയി കാണുക. യെസ് അപ്പോൾ അത്രേ ഉള്ളൂ ലൈക്ക് എന്ന് പറയുന്ന മൂവിയെക്കുറിച്ച് എനിക്ക് പറയാൻ. സോ